ഈ കൊറിയൻ ക്രൈം ത്രില്ലറുകൾ നിങ്ങളെ വെറുതെ ത്രില്ലടിപ്പിക്കുക മാത്രമല്ല, ഓരോ നിമിഷം കഴിയുമ്പോഴും അത് കൂടുതൽ ഡാർക്കായിക്കൊണ്ടിരിക്കും. നമ്പർ 5, എ ഹാർഡ് ഡേ. ഒരു പോലീസ് ഡിറ്റക്റ്റീവിന്റെ വണ്ടി ഇടിച്ച് ഒരാൾ മരിക്കുന്നു. അയാൾ അത് റിപ്പോർട്ട് ചെയ്യുന്നതിനു പകരം ആ ബോഡി ഒളിപ്പിക്കുന്നു. ആ ഒരു ഒറ്റ തെറ്റിൽ നിന്ന് അയാളുടെ ജീവിതം തന്നെ തകിടം മറിയുകയാണ്. ഇതിലെ ഭയം വളരെ ലളിതമാണ്. അയാൾ ഒരു ക്രൈം അന്വേഷിക്കാൻ ശ്രമിക്കുകയല്ല, മറിച്ച് താൻ ചെയ്ത ക്രൈമിൽ നിന്ന് എങ്ങനെയെങ്കിലും ജീവനോടെ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. നമ്പർ 4, മെമ്മറീസ് ഓഫ് മേർഡർ. സാധാരണ ഒരു പോലീസ് അന്വേഷണം പോലെയാണ് ഇത് തുടങ്ങുന്നത്, പക്ഷെ പതുക്കെ അതൊരു ഡിസ്റ്റർബിംഗ് ആയ അനുഭവമായി മാറും. പോലീസുകാർ പരമാവധി ശ്രമിക്കുന്നുണ്ട്, പക്ഷെ കൊലയാളി എപ്പോഴും അവർക്ക് ഒരു പടി മുന്നിലാണ്. വയലൻസ് കൊണ്ടല്ല ഈ സിനിമ ഭയപ്പെടുത്തുന്നത്, മറിച്ച് നീതി എന്നത് ഒരിക്കലും കിട്ടില്ലെന്ന് തോന്നിപ്പിക്കുന്ന ആ നിസ്സഹായത കൊണ്ടാണ്. നമ്പർ 3, ദ ചേസർ. മുൻ പോലീസുകാരനായ ഒരാൾ കാണാതായ ചില സ്ത്രീകളെ അന്വേഷിച്ചിറങ്ങുകയാണ്. ആദ്യം ഇതൊരു വെറും അന്വേഷണം പോലെ തോന്നും, എന്നാൽ അപകടം എവിടെയോ അല്ല, ആ നഗരത്തിൽ തന്നെ. സാധാരണ തെരുവുകളിൽ, നമ്മൾ കാണുന്ന വീടുകൾക്കുള്ളിൽ തന്നെ ഉണ്ടെന്നറിയുമ്പോൾ സിനിമ കൂടുതൽ ഡാർക്കാകുന്നു. സത്യം വെളിപ്പെടുമ്പോൾ പിന്നെ പ്രേക്ഷകർക്ക് സമാധാനമായി ഒരിടത്ത് ഇരിക്കാൻ കഴിയില്ല. നമ്പർ 2, മദർ. മകനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു അമ്മയുടെ കഥയാണിതെന്ന് ആദ്യം തോന്നും, പക്ഷേ ആ ലളിതമായ ചിന്തയെ അങ്ങനെ വിശ്വസിക്കരുത്. തന്റെ മകനുമേൽ കൊലപാതക കുറ്റം ചുമത്തപ്പെടുമ്പോൾ യഥാർത്ഥ കൊലയാളിയെ കണ്ടുപിടിക്കാൻ ആ അമ്മ ഇറങ്ങിത്തിരിക്കുകയാണ്. എന്നാൽ അന്വേഷണം ആഴങ്ങളിലേക്ക് പോകുന്തോറും കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നു. സ്നേഹം എന്നത് എത്രത്തോളം ഭയാനകമായി മാറാമെന്ന് ഈ സിനിമ കാണിച്ചു തരുന്നു. നമ്പർ 1, ഐ സോ ദ ഡെവിൽ. ഇതൊരു സാധാരണ പ്രതികാര കഥയല്ല. താൻ ജീവന് തുല്യം സ്നേഹിച്ചവളെ നഷ്ടപ്പെട്ട ഒരു സീക്രട്ട് ഏജന്റ് ഒടുവിൽ ആ കൊലയാളിയെ കണ്ടെത്തുന്നു. എന്നാൽ അയാളെ ഒറ്റയടിക്ക് കൊല്ലുന്നതിന് പകരം പ്രതികാരത്തെ അയാൾ ഒരു ഗെയിമാക്കി മാറ്റുകയാണ്. അവിടെയാണ് ഈ സിനിമ അതിന്റെ ഏറ്റവും ഡാർക്കായ ലെവലിലേക്ക് പോകുന്നത്. ഒരു ഘട്ടം കഴിയുമ്പോൾ ശരിക്കുമുള്ള രാക്ഷസൻ ആരാണെന്ന് നമ്മൾ ചിന്തിച്ചു പോകും. ആ കൊലയാളിയോ അതോ അയാളെ വേട്ടയാടുന്ന നായകനോ? ഈ 5 സിനിമകളേക്കാൾ ഡാർക്കായ മറ്റൊരു കൊറിയൻ ത്രില്ലർ സിനിമയുടെ പേര് താഴെ കമന്റ് ചെയ്യുക.